ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കൊല്ലം സ്റ്റൈൽ കൊഞ്ചവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വളരെ കുറച്ച് മാത്രം പച്ചക്കറി എടുത്തിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൊഞ്ചാണ് കേട്ടോ, ചെമ്മീൻ എന്നും പറയും. അപ്പോൾ ഇത് കായൽ കൊഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കായും ചേമ്പും തക്കാളിയും പച്ചമുളകും ഇത്രയും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി അളവിലാണ് തേങ്ങ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടു. പിന്നീട് ഒരു 3-4 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് വളരെ എരിവ് കുറച്ച് മാത്രമുള്ള ഒരു ചെറിയ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെറിയ അളവിൽ കുറച്ച് മുളക് പൊടി കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ അങ്ങ് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട, അരഞ്ഞു പോകേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ ഒരു അരപ്പ് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ അളവിൽ കുറച്ച് വെള്ളവും കൂടി, അതായത് പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് വെള്ളവും കൂടി നമ്മൾ ആ മിക്സിയുടെ ആ ഒരു ജാറ് കഴുകി തന്നെയാണ് കേട്ടോ വെള്ളം ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു കൊഞ്ചും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കാം. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീയിലിട്ട് വേവിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് തിള വരും. ആ ഒരു സമയം നമുക്ക് തീ അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ചെറുതായിട്ടാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. ഒരുപാട് നമ്മളങ്ങ് ഉടച്ച് എടുക്കാതെ പയ്യെ നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും കൂടി ഇതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്നും കൂടി അങ്ങ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്നും കൂടി അങ്ങ് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് വെന്ത് കൊഞ്ചും എല്ലാം ഒന്ന് വെന്ത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാവുകയെ. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാത്തത് കിഴങ്ങൊക്കെ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പയ്യനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അവിയൽ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.